ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമല്ലോ? ഓരോരാള് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ വിനീതൻ ഒരു ഉസ്താദല്ല, എന്നാലും സാധാരണ ഒരു SKSF പ്രവർത്തകൻ മാത്രമാണ്. പലപ്പോഴായി ഈ വിനീതനും ഈ വ്യാജമുടിയെ സംബന്ധിച്ച് വിഘടിത വിഭാഗവും നമ്മുടെ സമസ്ത അതിന്റെ സനത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അവിടെ വായിച്ചത് കുടുംബ പരമ്പരയാണ് എന്ന അവകാശവുമായി രംഗത്ത് വന്നത്. അവിടെ സനത് എന്ന് നിങ്ങൾ പറഞ്ഞു വായിച്ചത് സനതല്ലാത്തത് കൊണ്ടാണ് സനത് ചോദിച്ച് മറുവിഭാഗമായ അല്ലെങ്കിൽ ഔദ്യോഗികമായി സമസ്ത ശംസുൽ ഉലമയുടെ പിൻതലമുറയായ സമസ്തയ്ക്ക് അവിടെ ഒരു വിശദീകരണം ചോദിക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ലോകത്ത് പലയിടത്തും ഷാര മുബാറക് ഉണ്ട്. അത് പലപ്പോഴും വിഘടിത വിഭാഗം ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുകയും അതിന്റെ ബർക്കത്ത് എടുക്കുകയും ചെയ്തവരാണ്. പക്ഷെ ഈ ഒരു അവിടെ ആരും അതിന്റെ സനദോ ഉണ്ടെന്നോ ഇല്ലാന്നോ അങ്ങനെയുള്ളൊരു വാദം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ സനദല്ലാത്ത ഒരു കാര്യം സനദ് എന്ന് പറഞ്ഞ് വായിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മുഴുവൻ പ്രതിസന്ധികളും ഉണ്ടായത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിഘടിത നേതാക്കൾക്ക് തന്നെയാണ്. പിന്നെ അവർ സനദ് എന്ന് പറഞ്ഞ് കുടുംബ പരമ്പര വായിച്ചു. ഒരുപാട് ദിവസങ്ങളോളം അതിൽ തന്നെ ഉറച്ചു നിന്നു. ഹമീദ് ഫൈസി, അമ്പലക്കട ഉസ്താദൊക്കെ അവിടെ വായിച്ചത് സനദല്ല കുടുംബ പരമ്പരയാണ് എന്ന് പ്രസംഗിച്ച് നടക്കുമ്പോഴും അത് സനദാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കാനായിരുന്നു വിഘടിത നേതാക്കൾ ശ്രമിച്ചത്. പക്ഷേ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പേരുടെ ഉസ്താദും AP ഉസ്താദും പത്രക്കാരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ മർക്ക സമ്മേളനത്തിൽ വായിച്ചത് മുടിന്റെ സനദല്ലേ, അത് ഖസ്റജിയുടെ കുടുംബ പരമ്പരയാണ് എന്നാണല്ലോ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു രാഷ്ട്രീയക്കാരുടെ നിലവാരത്തെക്കാളും താഴ്ന്ന രീതിയിലാണ് അവിടെ ഖസ്റജിയുടെ പ്രസംഗം സമ്മേളനത്തിൽ പരിഭാഷപ്പെടുത്തിയ പേരുടെ ഉസ്താദ് പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, മർക്കസ് സമ്മേളനത്തിൽ വായിച്ചത് കുടുംബ പരമ്പരയാണ്, അതിലായിരിക്കാ തർക്കമുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനിക്കപ്പെടുന്ന ഷാര മുബാറക് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ആ മുടി അതിന്റെ സനദാണെന്ന് പറഞ്ഞ് ഖസ്റജിയുടെ കുടുംബ പരമ്പര അവിടെ വായിക്കുക, എന്നിട്ട് അതിന് ജനങ്ങളെ കൊണ്ട് തക്ബീർ ഒളിപ്പിക്കുക, ശേഷം പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ മുന്നിൽ ഇത്രയും കൂളായിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരുടെ നിലവാരം പോലുമില്ലാതെ അവിടെ വായിച്ചത് കുടുംബ പരമ്പര തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ല എന്ന് മാറ്റി പറയുക. ഇതൊരു സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർക്ക് പറഞ്ഞ പരിപാടിയാണോ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റാൻ മടി കാണിച്ചിട്ടില്ലാത്ത, EK ഉസ്താദിനെ പുത്തൻവാദികളായ മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടു എന്ന് അന്ന് ആക്ഷേപിച്ച അതേ വിഭാഗം അഹസനിയുടെ മുനിയാനത്തെ നൌഷാദ് അഹസനിയുടെ മുനിയാനത്തെ പ്രസംഗം ഞാൻ കേട്ടു. അതിൽ അദ്ദേഹം വാദിക്കുകയാണ്, ശംസുൽ ഉലമ EK ഉസ്താദ് ഞമ്മന്റെ കൂടെയാണ്, കാരണം മുജാഹിദ് ഉൾപ്പെടെയുള്ള പുത്തൻവാദികളെ എതിർക്കുന്നത് ഞങ്ങളാണ്. എനിക്ക് സത്യത്തിൽ ചിരിയാ വന്നത്. കാരണം സമസ്ത ദൗർഭാഗ്യകരമായ പിളർന്ന സമയത്ത് വിഘടിത സംഘടന ആളെ കൂട്ടാൻ വേണ്ടി അന്ന് പ്രചരിപ്പിച്ചത് പുത്തൻവാദികളായ മുജാഹിദ് ഉൾപ്പെടെയുള്ളവരുടെ കൂടെ വേദി പങ്കിട്ട ശംസുൽ ഉലമയുടെ കൂടെ ഞങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ പോകുന്നു എന്നാണ്. ഇന്നിപ്പോ പറയുന്നു ശംസുൽ ഉലമ ഞമ്മന്റെ കൂടെയാണ്, ഞമ്മാണ് അവരുടെ പാതയിൽ നിന്ന്. ഈ വൈരുദ്ധ്യങ്ങളും തിരിച്ചറിയുവാൻ നിങ്ങൾക്കാവുന്നില്ല സുഹൃത്തുക്കളെ. ഇനിയെങ്കിലും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണ്ണിയത്ത് ഉസ്താദിനെ ഇപ്പോഴും പല നിങ്ങളുടെ വിഘടിതരുടെ തന്നെ ഉസ്താദുമാർ ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിങ്ങളുടെ റൂമുകളിൽ വന്ന് കാണുന്നു. പിന്നെ എന്തിന് നിങ്ങൾ ആ ഒരു ഉസ്താദ്മാർക്കെതിരെ നിങ്ങളുടെ സംഘടന ഉണ്ടാക്കി പോകണം? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക, ബുദ്ധിയുള്ളവർ തിരിച്ചു വരിക. പിന്നെ
പിന്നെ പലപ്പോഴും SKSF-നെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നൗഷാദ് ഹസനിമാരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അവർ പലപ്പോഴും SKSF-നെ പ്രതിക്കൂട്ടിലാക്കാൻ പറയുന്നത് തലയിരിക്കുമ്പോൾ വാലാടുന്നു എന്നാണ്. ഒരിക്കലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ SKSF സമസ്ത മുശാവറയുടെ ഒരു തീരുമാനവുമില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ മറന്നു പോകുന്നു, പണ്ട് കണ്ണിയത്ത് ഉസ്താദും EK ശംസുൽ ഉലമയും നയിച്ച സമസ്തയുടെ വെറും വാല് മാത്രമായിരുന്ന AP ഉസ്താദ് ഉൾപ്പെടെയുള്ള 6 വിഘടിത അന്നത്തെ നേതാക്കൾ വാലാട്ടിയപ്പോഴാണ് അന്ന് സമസ്തക്ക് പുറത്തു പോകേണ്ടി വന്ന എന്ന സത്യം. അത് ഇപ്പോൾ നിങ്ങൾ കൊണ്ട് അള്ളാഹു തന്നെ പറയിപ്പിക്കുകയാണ്, ഒരിക്കലും തലയിരിക്കുമ്പോൾ വാലാടരുത് എന്ന്. അന്നത്തെ സമസ്തയുടെ വാല് മാത്രമായിരുന്ന നിങ്ങൾ അന്ന് ആടിയപ്പോഴാണ് നിങ്ങളെ വലിച്ച് സമസ്തക്ക് പുറത്തിട്ടത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ പലപ്പോഴും ആ മർക്കസിന്റെ കീഴിൽ ഇവിടെ UAE-യിലേക്ക് അഡ്നോക്കിലേക്ക് വന്ന പലരെക്കുറിച്ചും AP ഉസ്താദ് തന്നെ മിനിയാന്ന് മർക്കസിന്റെ ഒരു 15ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കുന്നതും ഈ വിനീതൻ കേൾക്കുകയുണ്ടായി. പലരെയും AP ഉസ്താദ് പറഞ്ഞത് അവര് പേടുകളാണ്, അവര് നന്നാവൂല എന്നാണ്. ഉസ്താദിന്റെ കീഴിൽ തന്നെ ഇവിടുത്തെ അയച്ചവർക്ക് അവരെന്നെ പൊരുത്തം കൊടുക്കുകയാണ്, തലതിരിഞ്ഞവരാണ് അവര് എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഒരു പണ്ഡിതൻ പറയാൻ പറ്റുമോ എന്നല്ല എനിക്കറിയില്ല. അവര് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മുടെ സംഘടന കീഴിൽ തന്നെ ഇവിടെ വന്നവരെ കുറിച്ച് അവസാനം പറയാൻ അവർ നന്നാവൂല, കാരണം അവർ പൈസയൊന്നും ഇപ്പം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരിസംഖ്യയൊന്നും ഇപ്പം തരുന്നില്ല അഡ്നോക്കിലേക്ക് ജോലിക്ക് വന്നവർ. അപ്പൊ അവരൊക്കെ നന്നാവട്ടെ, അല്ലെങ്കിൽ നന്ന ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്യുന്നതിന് പകരം പറഞ്ഞത് അവർ 25% പേടുകളാണ്, അവർ നന്നാവൂലാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു പണ്ഡിതൻ പറയേണ്ടത്, എനിക്കറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും തെറ്റുകൾ മനസ്സിലാക്കുക, തെറ്റുകൾ തിരുത്തുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരുപാട് പേർ കൈനീട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ മിനിയാന്ന് ഞാനൊരു ദിവസം മൈക്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് എന്റെ മൈക്കിന്റെ തകരാറുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. കുറെ ദിവസമായി എനിക്ക് ഇങ്ങനെ കുറച്ചെന്തെങ്കിലും പറയണമെന്ന്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ പ്രവർത്തികളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹക്കിന്റെ ഭാഗത്ത് ഉറച്ചു നിർത്തുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് നേരായ മാർഗത്തിൽ ഈ ഉമ്മത്തിനെ നയിക്കുവാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി മുന്നേറുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പിന്നീട് കാണാം. മഅസ്സലാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. മൈക്ക് ചാടരുത്. അടുത്ത ആള് കബീർ ഫൈസി ഉസ്താദാണ്. അദ്ദേഹം മൈക്കിലേക്ക് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ വിഷയം കേൾക്കാൻ വേണ്ടി വന്ന ഒരാള്. വ്യാജ മുടി, വ്യാജ സനത്, അതിനെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇപ്പൊ ഇവിടെ ചില സഹോദരന്മാരൊക്കെ ചോദ്യം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. ആദ്യം ഓർമ്മ വരുന്നത് മലപ്പുറത്ത് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ബറക്കാത്തി സാദാത്യങ്ങൾ അവർ മുഖേനയാണ് എനിക്ക് നേരിട്ട് മുടി ലഭിച്ചത്. അപ്പൊ ഈ നേരിട്ട് മുടി ലഭിച്ച ബറക്കാത്തി സാദാത്യങ്ങളെ പേര് ഏതായാലും സനദിൽ വേണം. പക്ഷെ സനദ് വായിച്ചു നോക്കുമ്പോൾ ഇക്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന ഒരു വാലയുടെ പേരാണ് അതിൽ കേൾക്കാനുള്ളത്, കാണാനുള്ളത്. അപ്പൊ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കി ഈ സനദ് വ്യാജമാണ്. ഇയാള് ഒരു തങ്ങളുമല്ല, ഒരു സയ്യിദും അല്ല, ഒരു ബറക്കാത്തിയല്ല, ഒന്നുമല്ല. പിന്നെ 30 കൊല്ലം ഉറക്കൊഴിച്ചു എന്നൊക്കെയാണ് ഇപ്പോ അഹ്സനി പറയണത്. ചിലപ്പോ എന്തിന്റെ പേരിലാണ് എന്നിപ്പോ തീരുമാനിക്കാനായിട്ടില്ല, അറിയുമ്പോ നമുക്ക് പറയാം. ഏതായാലും ആ സനദ് വ്യാജമാണ് എന്ന് നമ്മൾ ഒരുപാട് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അത് വ്യാജമാണ് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാകും. പിന്നെ അയാൾ പറഞ്ഞത് കുത്തുബുദ്ദീനുൽ ഫിർദൗസി വഴിക്ക് പിന്നെ ബറക്കാത്തി സാദാത്യങ്ങൾ മുഖേന കിട്ടിയതാണ് എന്നൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ഒരാൾ പട്ടിക്കാട് കോളേജിൽ നിന്ന് സനത് വാങ്ങി, അല്ലെങ്കിൽ ഓല പറയാണ് മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് സനത് വാങ്ങിയ ഒരാൾ, അല്ലെങ്കിൽ ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന കോളേജിൽ നിന്ന് സനത് വാങ്ങിയ ഒരാൾ. അപ്പൊ അയാളെ സംബന്ധിച്ച് നമ്മൾ പറയാണ്, ഇപ്പൊ ഈ നൗഷാദ് അശ്വനി എന്ന് പറയുന്ന അവൻ എന്താണ് അശ്വനിയാണെന്ന് പേര് പറയപ്പെടുന്നു. അപ്പൊ അവന് സനത് കിട്ടിയത് ബഹുമാനപ്പെട്ട ഏന്തിയൻകുട്ടി മുസ്ലിയാർ മുഖേന സുലൈമാൻ മുസ്ലിയാർ വഴിക്ക് നേരിട്ട് ലഭിച്ചതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, പിന്നെ സനത് വായിക്കുന്ന സമയത്ത് ഏന്തിയൻകുട്ടി മുസ്ലിയാർ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ആ സനദിന്റെ അവസ്ഥ? അത് ഇവർ പറഞ്ഞു തരണം. അവരുടെ ക്ലാസ് റൂമിലൊക്കെ കയറി നോക്കുമ്പോൾ ഇപ്പോ അവരുടെ നേതാക്കന്മാരൊക്കെ പ്രസംഗം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന് നമ്മൾ 10 റുപ്യക്ക് വിഷം വാങ്ങിക്കൊടുക്കാൻ കുടിക്കോ, അല്ലെങ്കിൽ ബഹാവുദ്ദീൻ ഉസ്താദിന് പിന്നെ അവിടെ കുടുംബക്കാര് ഒരു കത്തെഴുതി, അതിന്റെ പിന്നിൽ ഒരു സക്കാഫിയാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കത്ത് എന്താണ്? മുജാഹിദാണ്, നമ്മളൊക്കെ മുജാഹിദാണ്, മുശ്രിക്കീങ്ങളാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ നേരിട്ട് കൊടുത്തിക്കാണ്. എന്ത്? ആരൊക്കെ മുശ്രിക്കാക്കണം, ആരൊക്കെ വഹാബി ആക്കണം. ഇപ്പൊ നമ്മളൊന്നും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ വിഭാഗം എന്ത് സംഗതി കൊണ്ടുവന്നാലും അത് മുഴുവനും വ്യാജമായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾ, അയാൾ വലിയ ഒരു വ്യാജനാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത്, അയാളുടെ പക്കൽ നിന്ന് ഇൽമ് പഠിച്ച കുട്ടികൾ, സ്വന്തം ഉസ്താദിനെതിരെ പറയണമെങ്കിൽ എത്രത്തോളം ആവണം? ആ ഇൽമ് പഠിച്ച കുട്ടികളാ പറയുന്നത് ഉസ്താദിന്റെ അടുത്ത് ഒരുപാട് നല്ല സംഗതികളുണ്ട്, അത് ഞങ്ങൾ പറയണോ 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 എന്ന് ചോദിക്കാൻ. അപ്പൊ ഇങ്ങനെ ആവണമെങ്കിൽ തന്നെ, അങ്ങനെ അയാൾ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അയാളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എല്ലാ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ കൊണ്ടുവരുന്ന എന്തും അത് വളരെ വ്യക്തമായി വ്യാജമായിരിക്കും എന്ന് നമ്മളൊക്കെ അത് വന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പൊ ഈ സനദിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഇങ്ങനെ വയല് പറഞ്ഞ് എപ്പിക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു വേണ്ട, അവർക്കറിയാം ഇത് വ്യാജാണ്. പക്ഷെ നമ്മൾ പിടിച്ച ആ മുയലിനൊരു 4 കൊമ്പ് അല്ലെങ്കിൽ 5 കൊമ്പ് എന്നുള്ള ഇലക്ക് ഇങ്ങനെ ഉസ്താദും ശിഷ്യനും ഇപ്പോ കുവൈത്തിലുണ്ട്, അത് വ്യാജല്ല സത്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കൂടിയതാണ്. കുറച്ചേരം ഇപ്പൊ നമ്മൾ ആ പ്രസംഗം കേട്ടു. അപ്പൊ അതിന് തെളിവ് പറയുന്നത് രാജം വൈദ്യരെ എഴുതിയ മരുന്നൊക്കെയാണ് ഇപ്പൊ തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് സനത് മുടി കിട്ടിയത് ഇക്ബാൽ ജാലിയിൽ നിന്നാണെന്ന് മറ്റോലും കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചു. അത് എന്തിനു വേണ്ടി കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, എന്തിനാണ് അവിടെ പോയത് എന്നൊന്നും ആ പേട് മുസ്ലിയാരെ മനസ്സിലാക്കണില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇതിൽ എത്ര ഏപ്പിക്കാരുണ്ടെങ്കിലും ശരി, ഞാനൊരു ഫൈസിയാണ്, എന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഏപ്പിക്കാരുണ്ട്. ഇപ്പോ ഒരു കാമിൽ സക്കാഫിയാണ് എന്റെ ഒരു അമ്മാവൻ. ആ കാമിൽ സക്കാഫി ഇപ്പൊ ഇനി എ പി അബൂക്കർ മുസ്ലിയാരോട് നേരെ ചോദിച്ചാൽ അറിയാം അവനെ സംബന്ധിച്ച്. അവനിപ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ പ്രവർത്തകനാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ അല്ല, തബ്ലീഗ് ജമാഅത്തിന്റെ. അപ്പൊ ഇയാള് സനത് കൊടുക്കുന്ന, ഇയാളെ കയ്യിൽ നിന്ന് സനത് വാങ്ങിയ ആൾക്കാര് ഈ കോലത്തിലാണെങ്കിൽ പിന്നെ ഇയാള് എങ്ങനെയായിരിക്കും? ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആ വഞ്ചനയിലൊന്നും കുടുങ്ങാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ കീഴിലായി അണിനിരന്നുകൊണ്ട് ഈമാനോടുകൂടെ മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.